ഒരിക്കൽ ഒരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവസ്നേഹത്താൽ നമ്മൾ പൊതിഞ്ഞ് ദൈവം നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ ആക്കിവെച്ചിരിക്കുന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിലുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിലുള്ള എളിയവൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ തന്നെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഞാൻ എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയാൻ കാരണം, ഈ കാലഘട്ടത്തിൽ വളരെയധികം നാം ചിന്തിക്കേണ്ടതും അതേസമയം തന്നെ നമ്മൾ വിട്ടുപോകുന്നതുമായ ഒരു വിഷയമാണ് കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എന്നത്. അതുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലനായ പൗലോസ് എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അവിടെ പല ഭാഗങ്ങളായി അതിനെ തിരിക്കുകയാണെങ്കിൽ അവിടെ 1-ാമത്തെ ഭാഗം പ്രസംഗിക്കാനുള്ള കൽപ്പന അവിടെ കാണുന്നു. 2-ാമത്തെ ഭാഗം പൗലോസിൻ്റെ അന്ത്യ നിർണയം എന്ന് കാണുന്നു. അതുപോലെ തന്നെ 3-ാമതായി അന്ത്യ അഭിവാദ്യം എന്ന രീതിയിൽ കാണുന്നുണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളായി ഇതിനെ തിരിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യം ഇതിനകത്തുണ്ട്. അത് കാണുന്നത് 7-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ്. എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്ക് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഇത്ര ഉറപ്പോടെ ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു എന്ന് ഇത്ര വിശ്വാസത്തോടെ ഇത്ര ഉറപ്പോടെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ കാരണം ഓൾറെഡി 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇവിടെ നമ്മളെ മറ്റുള്ളവരോട് സുവിശേഷീകരണത്തിന് വേണ്ടി, അതായത് വചനം പ്രസംഗിക്കുക എന്നൊരു ഉപദേശം ഇവിടെ പൗലോസ് നമ്മളോട് ഓർപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു ചിന്ത, ബൈബിൾ കോളേജിൽ പഠിച്ചവർ പ്രസംഗിക്കട്ടെ, നല്ല രീതിയിൽ നന്നായി സംസാരിക്കാൻ അറിയാവുന്നവർ പ്രസംഗിക്കട്ടെ എന്ന് നാം പറയുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയാം. നമുക്കറിയാം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ഒരു വാക്കിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ വാക്കിന് എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്കറിയാല്ല. കാരണം നമ്മളിത് ഒത്തിരി നാളുകളായി കേൾക്കുന്ന വാക്കായതുകൊണ്ടും നമുക്ക് പരിചയമുള്ള വാക്കാണെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന ആ വാക്കിന് വലിയ പ്രാധാന്യം നാം കൊടുക്കുന്നില്ല. പക്ഷേ ആ യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന ഒറ്റ വാക്ക് ആഗ്രഹിക്കുന്ന ആയിരങ്ങളുണ്ട്, 10,000-ങ്ങളുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. എന്ന് പറഞ്ഞപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്തിയ വഴികൾ അതിനൊരു സാക്ഷ്യമാണ്. അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അതും സുവിശേഷീകരണത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന ചിലപ്പോൾ അതായിരിക്കാം. ഒന്നും വേണ്ട, നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ലഘുലേഖകൾ അല്ലെങ്കിൽ ട്രാക്റ്റുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി, അതായത് ഒരു 100 പേർക്ക് കൊടുക്കുമ്പോഴായിരിക്കും ഒരു വ്യക്തി അത് സ്പർശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അത് പുറത്തു കൊണ്ടിടുന്നത്. അങ്ങനെയെങ്കിൽ സുവിശേഷീകരണത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പൗലോസ് ഇത്ര ഉറപ്പോടെ ഇവിടെ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി എന്ന് ഉറപ്പോടെ ഇത്ര വിശ്വാസത്തോടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം സുവിശേഷീകരണത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുകയും നമ്മളെ പ്രബോധിപ്പിക്കുക. ഒരു വ്യക്തി നമ്മളോട് ഇന്നത് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി അതിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവമനുഷ്യനെ പോലെ എനിക്കും നിങ്ങൾക്കും ആ വാക്കുകൾ ഉറപ്പോടെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ദൈവം നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് തിരിച്ചറിയുക. നമ്മളെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അത് ഇവിടെ പലതും നേടുക എന്നതല്ല, ഇവിടെ പലതും നേടി ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി അലയുക എന്നതല്ല. അതിനേക്കാളപ്പുറമായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇവിടെ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരിക്കൽ ഒരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവസ്നേഹത്താൽ നമ്മൾ പൊതിഞ്ഞ് ദൈവം നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ആ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം, ഞാൻ അനുഭവിച്ച ദൈവിക സമാധാനം അത് മറ്റുള്ളവരും അറിയണമെന്നുള്ള ആ ആഗ്രഹത്തോടെ, ഒരു ആത്മഭാരത്തോടെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, ആ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വലിയൊരു സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി മാറും. ഇവിടെ പൗലോസ് പറയുന്ന പോലെ തന്നെ ഈ ദിവസങ്ങളിൽ അപ്രകാരം നമുക്ക് ഒരു ആത്മീയമായിട്ടൊരു വളർച്ച സംഭവിക്കുവാൻ, മറ്റുള്ളവർക്ക് പകരുവാൻ, ആദ്യം നമ്മളിൽ വചനം നിറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ നിറയുന്ന വചനം നമ്മളിൽ ഒതുങ്ങുകയല്ല, അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുക. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ അങ്ങനെയുള്ളൊരു സുവിശേഷീകരണത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ, അനേകരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെയും ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ ചിന്തയിൽ നിന്നുകൊള്ളുന്നു. എല്ലാവരെയും ദൈവം ധാരാളം